എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണിത്. പക്ഷേ കുറേ നാളത്തെ ആഗ്രഹവുമായിരുന്നു. ഇന്നലെ രാവിലെ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനും കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചക്കുളത്ത് പോവുകയാണ്, വേറെ കുറേ അമ്പലങ്ങളിലും പോകാനും പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും ആലോചിച്ചില്ല, ഞാനും മോളും കൂടെ അമ്മയോടൊപ്പം വന്നു. അങ്ങനെ ഇന്നലെ രാത്രി 10:30 ഞങ്ങൾ അവിടുന്ന് തിരിച്ചതാണ്. ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ ചക്കുളത്ത് എത്തി. ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി. രാവിലെ തന്നെ ചക്കുളം കാവിലമ്മയെ നിർമാല്യം കാണാൻ സാധിച്ചു. നല്ലൊരു ദർശനമായിരുന്നു. അതും ഇന്നിവിടെ ഈ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഇവിടെ ഓരോ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ആലപ്പുഴയിൽ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടരികിലായിട്ട് ഒരു വലിയ വീരഹനുമാൻ ക്ഷേത്രമുണ്ട്. അതായത് ഇതേ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ്. വലിയ ഹനുമാനാണ്. ഞങ്ങൾ അവിടെയും കയറി ഒന്ന് തൊഴുതിട്ട് നേരെ വിട്ടത് എടത്തുവ ചർച്ചിലാണ്. വളരെ വിശേഷപ്പെട്ട ഒരു പള്ളിയാണ് എടത്തുവ പള്ളി. ഇവിടുത്തെ പെരുന്നാളെന്ന് പറയുന്നത്, അതായത് എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പിന്നെ ഗുഡ് ഫ്രൈഡേ ആയത് കാരണം നല്ല തിരക്കായിരുന്നു. ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറി ഒരു ദർശനം നടത്തിയതിന് ശേഷം ആ ചർച്ചിനെ ഒരു വലയം വച്ച് ഞങ്ങൾ വേഗം അവിടുന്ന് പുറപ്പെട്ടു. അവിടുന്ന് നേരെ പോയത് ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു. അവിടെ ചെന്നെത്തിയതും നല്ലൊരു സമയത്തായിരുന്നു. അവിടെ ആക്ച്വലായിട്ട് ഉത്സവം നടക്കുന്ന സമയമാണ്. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ആന എഴുന്നള്ളിപ്പാണ്. പക്ഷെ വിചാരിച്ചു ഇന്ന് ഭഗവാനെ ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല, ഇങ്ങനെ പുറത്ത് പ്രകാരം വരികയല്ലേ. പക്ഷെ നമുക്കെന്തോ സാധിച്ചു. ഞങ്ങൾ അതിൻ്റെ പുറകെ പോയപ്പോൾ ഇടയിലൊരു വാതിൽ തുറന്നു നടന്നു. അകത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാമോ എന്ന് ചോദിച്ചു. ശരിയെന്നായി. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി നല്ല ഭഗവാന്റെ ദർശനവും കഴിഞ്ഞ് അവിടുന്ന് നേരെ വിട്ടു മണ്ണാർശാലയ്ക്ക്. ഇവിടെ എത്തിയപ്പോൾ മെയിനായിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ നട അടച്ചിരുന്നു. അതായത് അടുത്ത ദീപാരാധനയ്ക്ക് വേണ്ടി അവർ നട അടച്ച് പൂജയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വെളിപ്രഹാരമൊക്കെ എല്ലായിടും ഒന്ന് ചുറ്റി തൊഴുതിട്ട് വന്നപ്പോൾ നമുക്ക് നല്ല ദർശനം കിട്ടി. അവിടെ നിന്ന് പ്രസാദവും വാങ്ങി അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു 9:30 10 മണിയൊക്കെ ആയിന്ന് തോന്നുന്നു. തൊട്ടടുത്ത് ഹോട്ടലിൽ പോയി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒത്തിരി നേരം അവിടെ വിശ്രമിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പുറപ്പെട്ടത് കാട്ടിൽ മേഘത്തിൽ ക്ഷേത്രത്തിലേക്കാണ്. അത് നല്ലൊരു വൈബുള്ള സ്ഥലമാണ്.
ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിനും കായലിനും ഇടയിലാണ്. അപ്പോൾ നമ്മളവിടെ പോയി ഇറങ്ങിയിട്ട് ഒരു ബോട്ടിൽ വേണം ക്ഷേത്രത്തിൻ്റെ ഇരിക്കുന്ന പ്രദേശത്തേക്ക് പോകാൻ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ബോട്ടിൽ കൂടെ കയറി അക്കരക്കരയിൽ പോയിട്ട് കുറച്ച് ദൂരം അങ്ങ് നടക്കണം. ആക്ച്വലി ഞങ്ങൾ പോയ സമയം ഉച്ച സമയമാണ്, ഭയങ്കര വെയിലായിരുന്നു. അമ്മ കുട പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തി കൂടിയ ഒരു അമ്മയാണ് ഇവിടെ. എന്ത് കാര്യവും ചോദിച്ചാൽ തരുന്ന അമ്മയാണ്. ഇവിടെ ഒരു ആലുമരമുണ്ട്. അവിടെ നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ അത് മനസ്സിൽ വിചാരിച്ച് ആ മരത്തിന് 7 പ്രദക്ഷിണം വലം വന്ന് ഒരു മണി കെട്ടണം. ആ മണി കെട്ടിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് പറയുന്നത്. മറ്റു ചിലർ 7 പ്രാവശ്യം ഈ അമ്പലത്തിൽ തുടർന്ന് വന്ന് മണി കെട്ടണം, അങ്ങനെയും പറയുന്നുണ്ട്. എനിക്കിതിലേതെന്നറിയില്ല. എന്തായാലും അമ്മയല്ലേ, നമ്മൾ എന്താഗ്രഹിച്ചാലും, അതായത് നല്ലത് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നടത്തിത്തരും. അന്ന് കൂടെ വന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം അവിടുത്തെ അമ്മയുടെ അന്നദാന കഞ്ഞിയായിരുന്നു. എല്ലാവരും ആ കഞ്ഞി കുടിച്ച് സന്തോഷത്തോടെ അവിടുന്ന് പുറപ്പെട്ടു. തിരിച്ചു വരുന്ന വഴിയിൽ തിരുവനന്തപുരം എത്തിയപ്പോൾ അവിടെ കരിക്കകത്തും പിന്നെ തൊഴുവങ്കോട് ക്ഷേത്രത്തിലും കയറി തൊഴാൻ സാധിച്ചു. തൊഴുവങ്കോട് വരുമ്പോഴാണ് കുട്ടിക്കാലത്തെ കഥകളിൽ ഞാൻ കേൾക്കാറുള്ള ആ യക്ഷി രൂപങ്ങളും ഗന്ധർവനും ഇതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ഇവിടെ തൊട്ടരികിലുള്ള ക്ഷേത്രമാണ് തൊഴുവങ്കോട്. എന്നിട്ട് കൂടെ എനിക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയത്. ഭയങ്കര ഒരു മനസ്സിനെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു തൊഴുവങ്കോട്ടിലെ ആ രൂപങ്ങളൊക്കെ കാണുമ്പോൾ. ഇതിവിടുത്തെ ഒരു ചെറിയ ഉദ്യാനമാണ്. നമ്മുടെ പഴയ കഥകളൊക്കെ രൂപങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് വളരെ കുറച്ച് ഹൈറ്റായ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്, ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോ പകർത്തുന്നതൊക്കെ എൻ്റെ ഫോണിലാണ്. ഫോണിന് മാക്സിമം പൊക്കി വെച്ച് ഞാൻ നോക്കുകയാണ്. ഞങ്ങൾക്കല്ല നിന്നിട്ട് അവിടെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ വന്ന് നോക്കിയവർക്കറിയാം. എന്തായാലും അതിമനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ രാത്രി 9:30 ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്ര തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണും വരെ ബൈ ഫോർ നൗ.